എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും മുഴുവൻ ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: കവിനെ ക്യാ ജി ഭർ ദേഖാ ഹൈ? കവി ഇവിടെ എന്താണ് മനസ്സ് നിറയെ കണ്ടത്? ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നാണ്? അതെ, ബഹുത് ദിനോं के बाद എന്ന നാഗാർജുൻജിയുടെ കവിതയിൽ നിന്നാണല്ലേ. നോക്കാം നമുക്ക്. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, ഇതാണ് ഉത്തരം അല്ലേ. അതായത് വിളഞ്ഞു നിൽക്കുന്ന ആ ഒരു ധാന്യങ്ങളുടെ ചെടികളെയാണ് അല്ലെ, ചിരിക്കുന്ന ആ ഒരു ചെടികളെയാണ് കാണുന്നത്. നോക്കാം നമുക്ക്. കവി കോ കിത്നെ ദിനോ ബാദ് യേ സബ് അനുഭവ് ഹുവാ ഹൈ? കവി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് അനുഭവിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓപ്ഷനിൽ ഉത്തരം മാത്രം നോക്കാം. ബഹുത് ദിനോं के बाद അല്ലെ, കുछ ദിനോं के बाद, കൈ ദിനോं के बाद, ഹമേശാ സേ, ബഹുത് ദിനോं के बाद. ഓക്കെ, അടുത്ത നോക്കൂ. കവിനെ ക്യാ ജി ഭർ സുന? കവി ഇവിടെ എന്താണ് മനസ്സ് നിറയെ കേട്ടത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ. പക്ഷിയോം കാ കളരവ്. രണ്ടാമത്തേത് ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകില കണ്ടി താൻ. മൂന്നാമത്തേത് ഹവാ കി സർസരാഹട്ട്. നാലാമത്തേത് ബച്ചോം കി കിൽക്കാരി. എന്താണ് ഉത്തരം? ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകില കണ്ടി താൻ. നിങ്ങൾക്ക് അറിയാലോ ഉത്തരം ഇതാണെന്ന്. നോക്കൂ. കവിനെ ക്യാ ജി ഭർ സൂംഘ എന്നുള്ളത് എന്താണ് മനസ്സ് നിറയെ ആസ്വദിച്ച ആ ഒരു ഗന്ധം എന്താണ്? നോക്കിയേ. മിട്ടി കി ഖുശ്ബു, ഫൂലോം കി ഖുശ്ബു, ധാൻ കി ഖുശ്ബു, ബാരിഷ് കി ഖുശ്ബു. ഇതിൽ ഉത്തരം എന്താണ്? അതെ, ഫൂലോം കി ഖുശ്ബു എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. കവിനെ ക്യാ ജി ഭർ ചുവാ? എന്താണ് വളരെ മനസ്സറിഞ്ഞ് കവി തൊട്ടത്? നോക്കിയേ ഇവിടെ. പാനിയാണോ, ഹവയാണോ, അപ്നി ഗംവയി പകടണ്ടി കി ചന്ദന വർണ്ണി ധൂലാണോ? തന്റെ ഗ്രാമീണ വഴിപ്പാതയിലെ ആ ഒരു ചന്ദന നിറമുള്ള എന്ത് മണലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സൂരജ് കി കിരണയമാണോ എന്ന് ചോദിക്കുന്നു. നോക്കാം നമുക്ക് ഉത്തരം. അപ്നി ഗംവയി പകടണ്ടി കി ചന്ദന വർണ്ണി ധൂൽ അല്ലെ. അടുത്തത്. കവിനെ ക്യാ ജി ഭർ ഖായ? കവി എന്താണ് ജി ഭർ ഖായ അല്ലെ, എന്താണ് മനസ്സ് നിറയെ കഴിച്ചത്? നോക്കിയേ. ചാവലാണോ, റൊട്ടിയാണോ, താൽ മഖാനയാണോ, ഖന്നയാണോ? ഇവിടെ താൽ മഖാന അല്ലെ, ഖന്ന, രണ്ട് ഉത്തരമായിട്ട് വരും. ഓക്കെ, അടുത്തത്. കവിനെ ക്യാ ജി ഭർ ഭോഗ? എന്താണ് വളരെ ഇഷ്ടത്തോടു കൂടി കവി അനുഭവിച്ചത്? എന്താണ്? നോക്കിയേ. പ്രകൃതി കി സുന്ദരത, ഗ്രാമീണ ജീവൻ കാ ആനന്ദ്, ശാന്തി ഓർ സുക്കൂൻ, സബ് കുച്ച്. ഇതെല്ലാം കവി ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സബ് കുച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കൂ. കവിത കാ മുഖ്യ ഭാവ് ക്യാ ഹേ? കവിതയുടെ മുഖ്യ ഭാവം എന്തായിരുന്നു? ദുഃഖാണോ, പ്രേമാണോ, ഉദാസിയാണോ, പ്രകൃതി കെ പ്രതി പ്രേം ഓർ കൃതജ്ഞതയാണോ? പ്രകൃതി കെ പ്രതി പ്രേം ഓർ കൃതജ്ഞത അല്ലെ. ഇനി ആ ഒരു പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ചോദ്യങ്ങളാണ് എന്ത്? ഫസലോം കി മുസ്കാൻ സേ ക്യാ താത്പര്യ ഹേ? ഫസലോം കി മുസ്കാൻ സേ ക്യാ താത്പര്യ ഹേ? അതായത് വിളവുകളുടെ ചിരി എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കിയേ. ജബ് കവി ഗേതോ മേ പക്കി ഹുയി ഫസലോം കി, गेतों में पकी हुई फसलों के दृश्य देखा तब कवि के मन में हुई खुशी को ही यहाँ फसलों की मुस्कान से तात्पर्य है. ഫസലോം കി മുസ്കാൻ സേ ക്യാ താത്പര്യ ഹേ എന്നതാണ് ചോദ്യം. അപ്പൊ നോക്കൂ. ഈ ഫസൽ വിളവുകളുടെ ഒരു ചിരി എന്ന് പറയുന്നുണ്ട്, പുഞ്ചിരി എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശമാക്കുന്നത് എന്നാണ് ചോദ്യം. ജബ് കവി ഖേതോ മേ പക്കി ഹുയി ഫസലോം കെ ദൃശ്യ ദേഖാ തബ് കവി കെ മൻ മേ ഹുയേ ഖുശി കോ ഹി യഹാം ഫസലോം കി മുസ്കാൻ സേ താത്പര്യ ഹേ. അതായത് എപ്പോഴാണോ കവി ഈ നെൽപ്പാടങ്ങളെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആ സ്ഥലങ്ങളെ കാണുന്നത്, അപ്പൊ അതെല്ലാം ആ വിളവുകളെല്ലാം ചിരിച്ചു നിൽക്കുന്നത് പോലെയാണ് കവിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകില കണ്ടി താൻ അല്ലെ. അതായത് നെല്ല് മെതിക്കുന്ന പെൺകുട്ടികളുടെ ആ ഒരു മധുര സ്വരം. ഇസ്സേ ആപ്നെ ക്യാ സംജ? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നോക്കൂ. കई दिनों के बाद गेट में धान की कटाई शुरू हो गई, इसलिए कवि को धान कुटती लड़कियों के कोकिല കണ്ടി ആവാസ് സുനായി दी. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു കാഴ്ചയും ഈ ഒരു സ്വരങ്ങളൊക്കെ കവി കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ടാണ് കവിക്ക് അത് മധുരമുള്ളതായി തോന്നുന്നത് അല്ലേ. അടുത്ത ചോദ്യം. ഗംവയി പകടണ്ടി की चंदन वर्णी धूल यहाँ गाँव का कौन सा चित्र प्रकट होता है?
ഈ ഗംവയി പകടണ്ടി കി ചന്ദനവർണ്ണി ധൂൾ, അതായത് ഗ്രാമീണ നടവഴിപ്പാതയിലെ ആ ഒരു ചന്ദനവർണ്ണമുള്ള മണ്ണ് അല്ലെ, ഇത് ഗ്രാമീണ ആ ഒരു ഗ്രാമത്തിന്റെ എന്ത് ചിത്രമാണ് പ്രകടമാക്കുന്നത് നോക്കൂ. ബഹോ ദിനോ കെ ബാദ് കവി അപ്നെ ഗാവ് പഹുഞ്ച വഹാ की ग्रामीण सड़क पर चला और मिट्टी की सुंदरता को महसूस कर स्वयं को സൗഭാഗ്യശാലി സംജ. അതായത് ഇവിടെ ഒരു ഗ്രാമീണ നടവഴിപ്പാതയിലൂടെ നടക്കുമ്പോൾ സ്വയം ഒരു ഭാഗ്യശാലിയായിട്ട് ഇവിടെ കവിക്ക് തോന്നുകയാണെന്നാണ് പറയുന്നത്. അടുത്തത് ജീഭർ ശബ്ദ കാ മത്ലബ് യഹ് ഹൈ കി പൂരേ ദിൽ കെ സാത്ത് മൻ ഭർ കെ. ജീഭർ എന്ന ശബ്ദം ഈ ഒരു കവിതയിൽ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? മനസ്സ് നിറയെ, അതുപോലെ എന്താണ്? ഹൃദയം നിറഞ്ഞ് എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം. അബ് കി ബാർ കവിനെ ജീബർ ദേക്ക ക്യാ? എന്ത് ദേക്ക? എന്താണ് കണ്ടത്? നമ്മൾ പറഞ്ഞു അല്ലേ, പക്കി സുൻഹലി ഫസലോം. നോക്കൂ, കോകില കണ്ടി താൻ കിസ്കെ ഗലേ സേ നിക്കൽത്തി ഹൈ കിശോരി. നോക്കാം നമുക്ക്. ഗംവയി കിസേ കഹാ ജാതാ ഹൈ. ഗംവയി എന്ന് പറയുന്നത് എന്തിനെയാണ്? ഗംവയി എന്ന് പറയുന്നത് ഗ്രാമീണം അല്ലെ, ഗാവ് കോ. നോക്കാം നമുക്ക്. അടുത്തത് ഇസ് കവിത കാ മൂൽ പ്രതിപാദിക്യാ ഹൈ. ഈ കവിതയുടെ മൂൽ പ്രതിപാദ്യം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്ത്? പ്രകൃതി ചിത്രൺ അല്ലെ, പ്രകൃതി ചിത്രൺ എന്ന് നമുക്ക് പറയാം. ഉത്തർ ഇസ് കവിത കാ മൂൽ പ്രതിപാദ്യ യേ ഹൈ കി കവി ഏക് ലംബേ സമയ കെ ബാദ്, കവി ഒരു വലിയ ലോങ് ടൈമിന് ശേഷം അപ്നെ ചിർ പരിചിത ഗാവ് മേ ആതാ ഹൈ, തനിക്ക് ഏറ്റവും പരിചയപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. ഓർ യഹാ അപൂർണ ആനന്ദ് തഥാ പരിതോഷ് കാ അനുഭവ കർത്താ ഹൈ. അവിടെ എന്താണ്? അപൂർണ ആനന്ദം ആരനുഭവിക്കുകയാണ്? കവി ഇവിടെ അനുഭവിക്കുകയാണ്. ഈ ഉല്ലാസ് കോ കവിനെ ശബ്ദ स्पर्श रस रूप और गंध के 5 बिंबों के माध्यम से व्यक्त किया है. അങ്ങനെ തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇതെല്ലാം കവി അനുഭവിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ചാപ്റ്റർ ക്ലിയർ ആണോ? ഇനി 2 മാർക്കിന്റെയും അതുപോലെ 4 മാർക്കിന്റെയും ചോദ്യങ്ങളൊന്നും മക്കൾ മിസ്സാക്കില്ലല്ലോ. നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. കവി ക്യാ ചൂനെ കി ബാത് കഹ രഹാ ഹൈ. ഇവിടെ കവി എന്താണ്? എന്ത് തൊടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? ഉത്തർ കവി ഗാവ് കെ പഗഡണ്ടിയോं के ചന്ദനവർണ്ണി ധൂൽ കോ ചൂനെ കി ബാത് കഹ രഹാ ഹൈ. ഗ്രാമീണ നടവഴിപ്പാതയിലെ ചന്ദന നിറമുള്ള ഒരു മണ്ണ് തൊട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഗർ എന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. നമുക്ക് നോക്കാം. കഹാനി കാ യേ അംശ് പഠേ और പ്രശ്നോं के उत्तर लिखे എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിന്റെ ബേസിൽ വരുന്ന ചോദ്യങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഇങ്ങനെയാണ്. ഉൻകെ പാസ് കിതാബോं की बड़ी बड़ी अलमारियां हैं. അതുപോലെ मैं कितनी ही बार उनसे कपड़ों की गली में मिली, बर्तनों की गली में मिली, दराज मार्केट में मिली, डस्टबिन में मिली, झाड़ू के नीचे मिली, हमेशा मुस्कुराए. मेरा तर्जुबा कहता है कि छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से സോ വേ നഹി ഹേ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇവിടെ ചിപ്കലിയുടെ ഡയലോഗാണ്. ആരെ കുറിച്ചാണ്? ഫർഹാദിനെ കുറിച്ചാണ്. നോക്കൂ, ചിപ്കലി കാ യേ കഥൻ കിസ്കെ ബാരെ മേ ഹേ. നമ്മളിപ്പോ പറഞ്ഞു ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഫർഹാദിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. കഹാനി കാ യേ അംശ് പഠേ और उत्तर लिखे എന്നുള്ളതാണ്. उनसे पहले में श्रीमती शांति दास के साथ कुछ दिन रही थी. पूरी अशांति दास थी है. मुझे देखते ही चिल्लाती थी हुई दिग्गी बंद जाती की उनकी. कहती थी सुशांतो जल्दी आओ, इसे भगाओ कुछ दिन. അല്ലെ, യേ കിസ്കാ കഥൻ ഹേ. ഇത് ആരുടെ പറച്ചിലാണ്? ചിപ്കലിയാണ് ഇത് പറയുന്നത് അല്ലെ. ശാന്തിദാസിനെ കുറിച്ച് പറയുന്നത് ചിപ്കലിയാണ്. ഓക്കെ, പൂരി അശാന്തിദാസ് ദി വേ इस कथन से शांतिदास के स्वभाव की किस विशेषता का परिचय मिलता है. ഇവിടെ ശാന്തിദാസിന്റെ സ്വഭാവത്തിന്റെ എന്ത് വിശേഷതയാണ് പറയുന്നത്? ശാന്തിദാസ് ഒരു സഹജീവി പ്രേമി അല്ല എന്നുള്ള സ്വഭാവം. ഓക്കെ, ദിഗ്ഗി ബന്ദ് ജാന കാ മത്ലബ് ക്യാ ഹേ. അതായത് ഒന്നും വാക്കുകൾ വായിൽ നിന്ന് വാക്കുകൾ വരാത്തൊരവസ്ഥ. ഓക്കെ, അതാണ് ദിഗ്ഗി ബന്ദ് ജാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സഹി മിലാൻ കരെ എന്നുള്ളതാണ് അടുത്തത്. നോക്കാം നമുക്ക്. കോൺ ക്യാ കർത്താ ഹേ. ആര് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കാം. തത്തയ്യ. തത്തയ്യ ഇവിടെ എല്ലാവരെയും ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ മക്കടി और ചിപ്കലി കോ ചായ പീനെ ബുലാത്തി ഹേ. ചൂഹ. ചൂഹ പത്രകാരനെ പോലെയാണ്. പത്രകാർ ഹോനെ കെ നാത്തെ घर में आता जाता रहता है. അടുത്ത നോക്കിയേ. കാലി ചീंटी.
കാലി ചീണ്ടി ഇവിടെ എങ്ങനെയാണ്? ദീവാർ കി പുതായി കി പപ്പടി മേ രഹതി ഹെ, അല്ലെ? ആ ഒരു ചുമരുകളുടെ ഇടയിലുള്ള ആ ഒരു പാളിയില്, ആ പെയിന്റിന്റെ പാളിയിലാണ് ഉറുമ്പുകൾ താമസിക്കുന്നത്. മഖി ചിപ്കലി കോ അപ്നി ബദ്കിസ്മതി കഹത്തി ഹെ, ചിപ്കലീനെ തന്റെ നിർഭാഗ്യമായിട്ട് മഖിയാണ് കാണുന്നത് എന്ന് പറയാണ്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി എന്ന ചാപ്റ്റർ ആണ്. സ്വയം പ്രകാശിന്റെ ലേഖ അല്ലേ? നമുക്ക് നോക്കാം. ഗാന്ധിജി സെ ബാത് കിയെ ബഗൈർ ഭാരത് മേ കുച്ച് നഹി കിയാ ജാ സക്ത. മൗണ്ട് ബാറ്റനെ ऐसा क्यों सोचा होगा? എന്തുകൊണ്ടാണ് ഗാന്ധിജിയോട് പറയാതെ ഭാരതത്തിൽ ഒരു കാര്യം നടക്കില്ല എന്ന് മൗണ്ട് ബാറ്റൻ പറയാനുള്ള കാരണം? നോക്കൂ, ഗാന്ധിജിനെ അഹിംസ കെ ജരിയെ, ഗാന്ധിജി അഹിംസ എന്ന മാധ്യമത്തിലൂടെ ആസാദി കെ ലിയെ ലഡാ ഹെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയാണ്. ലോകോ മേ ഏകതാ പൈദാ കർനെ മേ ഗാന്ധിജി സഫൽ ഹുയേ ഹെ, ആളുകളെ എന്താണ് ഏകതാ പൈദാ കർനെ മേ ഗാന്ധിജി സഫൽ ഹുയേ, ആളുകൾക്കിടയിൽ എന്താണ് ഏകത കൊണ്ടുവരാൻ ഗാന്ധിജി വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. भारत में गांधी जी का प्रभाव ऐसा था कि गांधी जी ने जो कहते हैं वह भारतीय मान करेंगे. ഗാന്ധിജി എന്താണോ പ്രഭാവ് ഏസാദാ ഗാന്ധിജിനെ ജോ കഹത്തെ, എന്താണോ പറയുന്നത് അത് ഭാരതീയര് അനുസരിക്കും അല്ലെ? ഇസ്ലിയെ മൗണ്ട് ബാറ്റേണിനെ ऐसा सोचा होगा, അതുകൊണ്ടാണ് മൗണ്ട് ബാറ്റേൺ അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. മേത്തോ അപ്നാ നാശ്ത സാത്ത് ലായാ ഹും, ഞാൻ എൻ്റെ ഭക്ഷണം എന്താണ് എൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗാന്ധിജിക്ക് സ്വഭാവിക്ക് കോൺസി സവിശേഷത, ഗാന്ധിജിയുടെ സ്വഭാവത്തിന്റെ എന്ത് സവിശേഷതയാണ് ഇവിടെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിജി സരൽ ജീവൻ ചാഹത്തെ थे, ഗാന്ധിജി എപ്പോഴും സരളമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. വേ ഗരീബോं के സമാൻ സാദാ ഖാനാ ഖാത്തെ थे, അവരെന്താ പാവപ്പെട്ട ആളുകളെ പോലെ തന്നെ സാധാരണമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സാധാരണമായിട്ടുള്ള ഭക്ഷണവുമാണ് അദ്ദേഹം കഴിക്കുന്നത് അല്ലെ? കിസി അമീർ ആദ്മി की दावत वे कभी स्वीकार नहीं करते क्योंकि वे अपने जीवन से दूसरों को मार्ग दिखाते थे. കാരണം ഇവിടെ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെയാണ് എന്ത് മറ്റൊരാൾക്ക് സന്ദേശമായിട്ട് വെക്കുന്നതും. അതുകൊണ്ട് തന്നെ വേറെ ആളുകളുടെ ആ ഒരു പ്രലോഭനത്തിൽ അദ്ദേഹം വീഴുകയില്ല എന്നാണ് പറയുന്നത്. നോക്കാം, ഗാന്ധിജി കാ വ്യവഹാർ ലേഖക് കി വ്യാഖ്യ, ഇവിടെ ഗാന്ധിജിയുടെ പെരുമാറ്റവും ലേഖകന്റെ വ്യാഖ്യയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. വൈസ്രോയ് കെ സാത്ത് കി ചർച്ച കെ സമയ അൻമനാപൻ ദിക്കാന, അതായത് വൈസ്രോയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗാന്ധിജിക്ക് അത്ര താല്പര്യമില്ലാത്ത പോലെയാണ് തോന്നുന്നത് അല്ലെ? നോക്കൂ, ഉത്തരം ഇങ്ങനെയാണ്. അതിൽ ലേഖകന്റെ വ്യാഖ്യ എങ്ങനെയാണ്? ബ്രിട്ടീഷ് ശാസൻ മേ ഗാന്ധിജി കി ഘടി ഭി സുരക്ഷിത് നഹി ഹൈ, ചോരി കെ ബാരെ മേ ബതാനാ ഹൈ, അതായത് ഇവിടെ കളവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നും അതുപോലെ ഗാന്ധിജിയുടെ ആ ഒരു വാച്ച് ഈ ബ്രിട്ടീഷുകാരുടെ ആ ഒരു അധികാര സമയത്ത് അതുപോലും അവിടെ സുരക്ഷിതമല്ലെന്നുമാണ് ഇവിടെ പറയുന്നത്. അപ്നാ നാഷ്ത ഗുദ്ലേന, തൻ്റെ ഭക്ഷണം അല്ലെ തൻ്റെ നാഷ്ത പ്രഭാത ഭക്ഷണം സ്വയം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ലേഖകൻ എങ്ങനെ വ്യാഖ്യാനിച്ചു? ഭാരത് കെ ലോഗ് അപ്നെ മെഹനത് കാ ഫൽ ഖാത്തെ ഹെ, ഭാരതീയരായിട്ടുള്ള ആളുകള് തൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ എൻഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അടുത്തത് ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന ലേഖിലെ സോപാൻ ജോഷിയുടെ ലേഖിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, फुटबॉल के कितने टीमें खेलती है? 2 टीम. एक टीम में कितने खिलाड़ी होते हैं? 11. टीम का नियंत्रण कौन करता है? मैनेजर. खेल खिलाने को क्या कहते हैं? प्रशिक्षक. കളി കളിപ്പിക്കുന്നവനെ എന്ത് വിളിക്കും അല്ലെ? കളി കളിപ്പിക്കുന്ന ആളുകളെ എന്ത് വിളിക്കും? പ്രശിക്ഷകർ അല്ലെങ്കിൽ പരിശീലകൻ എന്ന് വിളിക്കാം. हार जीत तो जरा जरा सी बातों से തൈ ഹോത്തിയെ, ജയം തോൽവി എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ കണക്ട് ആയിരിക്കുന്നതാണ്. ഇസ് പർ അപ്നാ വിചാർ പ്രകട് കരേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്നാണ് ചോദ്യം. യെ ബിൽകുൽ ടീക് ഹെ, അത് വളരെയധികം ശരിയാണ്. ഹാർ ജീത്ത് മേ ഭാഗ്യ കി ബാത്ത് ഹെ, ജയപരാജയത്തിൽ എന്താണ് ഭാഗ്യത്തിന്റെ വളരെ വലിയ പങ്കുണ്ട്. ദൂസരോം കി ഗലത്തിയ ലാപർവാഹി സെ പരാജയ കി സംഭാവന ഹെ, മറ്റുള്ളവരുടെ തെറ്റിലും അതുപോലെ തന്നെ ലാപർവാഹിയിലും അതായത് പിഴവിലും എന്താണ് ഒരാളുടെ പരാജയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ടീമിന്റെ ലക്ക് കൊണ്ടും അല്ലെ, ലക്ക് എന്ന് പറഞ്ഞ ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ എന്താണ് ഗൽത്തി മറ്റൊരു ടീമിന്റെ തെറ്റുകൊണ്ടും ഒരു ടീമിന് എന്ത് സംഭവിക്കാം? വിജയം സംഭവിക്കാം എന്നാണ് പറയുന്നത്. പെലെക്കെ ആലോചക് കിസ് ബാത് പർ സഹമത് ഹെ, ഇവിടെ പെലെയെ കുറിച്ചുള്ള ആളുകൾ എന്താണ് പറയുന്നത്? പെലെ ജേസ സമ്പൂർണ്ണ ഖിലാഡി കോയി ദൂസരാ നഹി ഹുവ, വേറൊരാൾ പോലും ഇല്ല എന്നാണ്. പെലെയെ പോലെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കളിക്കാരൻ മറ്റൊരാളും ഇല്ല എന്നാണ് പറയുന്നത്.
മാർ പിട്ടായി കെ പ്രതി പെലെ की प्रतिक्रिया कैसी थी? അതായത് മാർ പിട്ടായി കെ പ്രതി പെലെ की प्रतिक्रिया कैसी थी? ഈ കളിക്കുന്നതിനിടയിൽ ഒരുപാട് അപകടങ്ങൾ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ആ അപകടങ്ങളെ പറ്റിയൊക്കെ പെലെയുടെ ധാരണ എന്താണ് നോക്കൂ. പെലേനെ നെഹി റോയ ഓർ ഷിക്കായത്ത് നെഹി കി. പെലെ ഇവിടെ കരഞ്ഞതും ഇല്ല, അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഷിക്കായത്തിലെ പരാതികളും കൊടുത്തിട്ടില്ല. ദൂസരോം പർ ഫൗൾ കാ ആരോപ് ഭി നെഹി കിയ. മറ്റാളുകളിൽ എന്താണ് ഫൗളും അടിച്ചേൽപ്പിച്ചില്ല. जीतने के लिए गलत रास्ता अपनाने के संबंध में आपका मत क्या है? ജയിക്കാൻ വേണ്ടിയിട്ട് തെറ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യെ ബിൽകുൽ അനൈതിക് ഓർ ഹാനികാരക് ബാത് ഹെ. അത് തീർച്ചയായും എന്താണ്? അനൈതികാണ്, അതുപോലെ തന്നെ ഹാനികാരകമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.